ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സെൻറ് തോമസ് യാക്കോബായ സുറിയാനിപ്പള്ളി ബ്രിസ്ബെയിൻ ഒരുക്കുന്ന ജീവവചനമെന്ന വചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ദാവീദ് നടത്തിയ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഗീതരൂപത്തിൽ ഇവിടെ ശ്രവിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിയമപെട്ടകം വയ്ക്കുവാൻ ദാവീദ് ഒരു ആലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ ഇംഗിതം പ്രിയപ്പെട്ട പ്രവാചകനായ നാഥാനെ അറിയിക്കുമ്പോൾ നാഥാൻ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യുക, ദൈവത്തിൻ്റെ കൃപ അങ്ങയോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അന്ന് രാത്രി നാഥാൻ പ്രവാചകൻ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഇങ്ങനെ അറിയിക്കുകയുണ്ടായി, എനിക്ക് ദൈവാലയം പണിയേണ്ടത് ദാവീദല്ല, ദാവീദിൻ്റെ പുത്രന്മാരിൽ ഒരുവനാണ് എനിക്ക് ദേവാലയം പണിയേണ്ടത് എന്ന് അറിയിക്കുകയാണ്. പിറ്റേ ദിവസം നാഥാൻ ഈ വിവരം ദാവീദിനെ അറിയിക്കുമ്പോൾ ദാവീദ് മുട്ടുകുത്തി ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് നാം കേട്ടത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു രാജാവിൻ്റെ എല്ലാ പ്രൗഢിയോടും അധികാരത്തോടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. എല്ലാവിധമായ അധികാരത്തിൻ്റെ പ്രൗഢിയും അഹങ്കാരവും ഒരുപക്ഷെ അവനിലുണ്ടായിരുന്നിരിക്കാം. പക്ഷേ നാഥാൻ എന്ന പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ചിന്തകൾക്കും അപ്പുറത്താണ്, അല്ലെങ്കിൽ തൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമാണ് എന്ന് അറിയിച്ചപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മറുതലിക്കുന്നതിന് പകരം, ഇല്ല ഞാൻ ദൈവാലയം പണിയും എന്ന് പറയുന്നതിന് പകരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഇത്രത്തോളം നന്മകൾ അനുഭവിക്കുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. തമ്പുരാൻ തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. തമ്പുരാൻ്റെ ഹിതത്തിനപ്പുറമായി എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അവൻ്റെ സമർപ്പണം തന്നെ ദൈവത്തോട് ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം അവൻ ഒരുക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിയുവാനുള്ള ഒരു വാഞ്ച നമ്മളുണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലെയും വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. നമ്മളൊക്കെ ഒരുപക്ഷെ പലവിധമായ അധികാരസ്ഥാനത്തിരിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം. നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഒരുപക്ഷെ നമ്മൾ അത് ചെയ്യണം, ചെയ്ത് തീർക്കണം എന്നുള്ളതായിരിക്കുകയില്ല. ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടത് നാം ആയിരിക്കില്ല. ഒരുപക്ഷെ നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള അധികാരമുണ്ടാകാം, ധനമുണ്ടാകാം, സൗകര്യങ്ങളുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം നമ്മളാൽ പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വാശി പിടിക്കുകയല്ല വേണ്ടത്. മറിച്ച് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തുകൊണ്ട്, ദൈവമേ, അങ്ങയുടെ ഹിതം പൂർത്തീകരിക്കുവാൻ എന്നെ അനുവദിക്കണമേ, എത്ര നന്മ എൻ്റെ ജീവിതത്തെ അനുഭവിക്കാൻ നീ എന്നെ സഹായിച്ചുവല്ലോ എന്ന താഴ്മയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതകാലത്ത് ദൈവത്തിൻ്റെ
ഹിതം എന്തെന്ന് തിരിച്ചറിയുവാൻ ദാവീദ് നമ്മെ പഠിപ്പിക്കുമ്പോൾ, അതിനനുസരിച്ച് വിനയപ്പെടുവാൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, മറുതലിപ്പുകാരനായി നിൽക്കുവാൻ ഇടവരാതെ ദൈവത്തിൻ്റെ ഹിതം ഒരു പ്രവാചകനിലൂടെ ശ്രവിച്ചപ്പോൾ അത് വളരെ വിനയത്തോടെ മനസ്സോടെ സ്വീകരിച്ച ദാവീദ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഇൻസ്പിറേഷനായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു നല്ല ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതം നമുക്കറിഞ്ഞ് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.